പൗലൂസിൻ്റെ ഹൃദയവാഞ്ഛയും ദൈവത്തോടുള്ള യാചനയും എന്താണ്? ഇസ്രായേൽ രക്ഷിക്കപ്പെടേണം എന്നത്. പരിജ്ഞാനപ്രകാരമല്ലെങ്കിലും ദൈവത്തെ സംബന്ധിച്ച് എരിവുള്ളവർ എന്ന് പൗലൂസ് ആരെക്കുറിച്ചാണ് സാക്ഷ്യം പറയുന്നത്? ഇസ്രായേലിനെ കുറിച്ച്. ദൈവത്തിൻ്റെ നീതി അറിയാതെ സ്വന്തം നീതി സ്ഥാപിക്കാൻ അന്വേഷിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ നീതിക്ക് കീഴ്പ്പെടാത്തവർ ആരാണ്? ഇസ്രായേൽ. വിശ്വസിക്കുന്ന ഏവനും നീതി ലഭിപ്പാൻ തക്കവണ്ണം ന്യായപ്രമാണത്തിൻ്റെ അവസാനം ആരാണ്? ക്രിസ്തു. അത് ചെയ്ത മനുഷ്യൻ അതിനാൽ ജീവിക്കും എന്ന് എന്തിനെക്കുറിച്ചാണ് മോശെ എഴുതിയിരിക്കുന്നത്? ന്യായപ്രമാണത്താലുള്ള നീതിയെക്കുറിച്ച്. ക്രിസ്തുവിനെ ഇറക്കേണം എന്ന് വിചാരിച്ച് ആർ സ്വർഗത്തിൽ കയറും എന്നോ ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് കയറ്റേണം എന്ന് വിചാരിച്ച് ആർ പാതാളത്തിൽ ഇറങ്ങും എന്നോ നിന്റെ ഹൃദയത്തിൽ പറയരുത്. ഇവ്വണ്ണം പറയുന്നത് എന്താണ്? വിശ്വാസത്താലുള്ള നീതി. യേശുവിനെ കർത്താവെന്ന് വായ്കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ എന്ത് സംഭവിക്കുന്നു? രക്ഷിക്കപ്പെടുന്നു. രക്ഷിക്കപ്പെടുമ്പോൾ ഹൃദയം കൊണ്ട് എന്തിനായി വിശ്വസിക്കുന്നു? നീതിക്കായി. രക്ഷിക്കപ്പെടുമ്പോൾ വായ്കൊണ്ട് എന്തിനായി ഏറ്റുപറയുന്നു? രക്ഷയ്ക്കായി. അവനിൽ വിശ്വസിക്കുന്നവൻ ഒരുത്തനും ലജ്ജിച്ചു പോകയില്ല. ആരിൽ വിശ്വസിക്കുന്നവൻ? യേശുക്രിസ്തുവിൽ. തന്നെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവർക്കും നൽകുവാൻ തക്കവണ്ണം സമ്പന്നൻ ആരാണ്? യേശുക്രിസ്തു. ആരുടെ നാമം വിളിച്ചപേക്ഷിക്കുന്നവനാണ് രക്ഷിക്കപ്പെടുന്നത്? കർത്താവിൻ്റെ നാമം. നന്മ സുവിശേഷിക്കുന്നവരുടെ കാൽ എത്ര മനോഹരം. ഇതുമായി ബന്ധപ്പെട്ട പഴയ നിയമ വേദഭാഗം ഏതാണ്? യെശയ്യാവ് 52:7. കർത്താവേ, ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചു? ഇങ്ങനെ പറഞ്ഞതാരാണ്? യെശയ്യാവ്. കർത്താവേ, ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചു? ഇതനുസരിച്ച് കേൾവിയാൽ വരുന്നത് എന്താണ്? വിശ്വാസം. കർത്താവേ, ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചു? ഇതനുസരിച്ച് കേൾവി വരുന്നത് എന്തിനാലാണ്? ക്രിസ്തുവിൻ്റെ വചനത്താൽ. ജനമല്ലാത്തവരെ കൊണ്ട് ഞാൻ നിങ്ങൾക്ക് എരിവ് വരുത്തും, മൂഢജാതിയെ കൊണ്ട് നിങ്ങൾക്ക് കോപം ജനിപ്പിക്കും പറഞ്ഞതാരാണ്? മോശെ. എന്നെ അന്വേഷിക്കാത്തവർ എന്നെ കണ്ടെത്തി, എന്നെ ചോദിക്കാത്തവർക്ക് ഞാൻ പ്രത്യക്ഷനായി. ഇത് എഴുതിയിരിക്കുന്നത് ആരാണ്? യെശയ്യാവ്. അനുസരിക്കാത്തതും മറുത്തു പറയുന്നതുമായ ജനത്തിങ്കലേക്ക് ഞാൻ ഇടവിടാതെ കൈനീട്ടി. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഏതു ജനത്തെക്കുറിച്ചാണ്? ഇസ്രായേൽ ജനത്തെക്കുറിച്ച്.